Hello guys, welcome back to our YouTube channel Assis World. Assis World ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചൂട് വറുക്കുന്നുണ്ടല്ലേ, ചൂടൊക്കെ വറുക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ചൂട് വറുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു നോസ്റ്റിക് ഫേവറേറ്റ് വണ്ണാണ്. എൻ്റെ ഉമ്മ എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണ്. ദാൽ കിച്ചടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതേ ദാൽ വെച്ച് തന്നെ സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇത് ഷുഗർ ബേസും ശർക്കര ബേസും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്താ പറയുക, കുറച്ച് മെനക്കെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഗൈസ്. ഞാൻ ഈ റെസിപ്പീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ അല്ലേ. ഈ റെസിപ്പീൻ്റെ പേരും ഈ റെസിപ്പിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് നമ്മളിപ്പം ഈ റെസിപ്പീൻ്റെ പേര് നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കിച്ചടി എന്നാണ്. പക്ഷെ നമ്മൾ കിച്ചടീന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ നോക്കുമ്പം കാണുന്ന കിച്ചടി വേറെ ആയിരിക്കും. എന്തുകൊണ്ടോ ഇതിനെൻ്റെ വീട്ടുകാർ കിച്ചടി എന്നാണ് വിളിക്കുന്നത്. ഇനി ഇത് സെയിം പേര് ഇത് ഒഫീഷ്യലി ഇതിന് ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഒഫീഷ്യലി ഈ റെസിപ്പിക്ക് കിച്ചടി എന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാലാണ്. ദാലില്ലേ, നമ്മുടെ ചെറുപയർ പരിപ്പ് എന്ന് പറയും, ദാൽ കിച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന ആ പരിപ്പ് തന്നെ കേട്ടോ. സെയിം പരിപ്പാണ് എടുത്തത്. പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയാണ്, നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരൊക്കെ അറിയില്ല. എന്തായാലും കോലരിയല്ല, കോലരി എന്ന് പറയുന്നത് നീളത്തിലാണല്ലോ. ഈ അരിയാണെങ്കിലും എന്താണെങ്കിലും ഇതിപ്പോൾ പല സ്ഥലത്തുള്ള ആൾക്കാർ കാണുന്നില്ല, ഓരോന്നിനും ഓരോ പേര് കാണും. അപ്പം ഞാനിങ്ങനെ പറയുന്നതൊക്കെ ഒന്ന് എനിക്ക് അംഗീകരിച്ച് തരണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ 200 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം അരിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ പരിപ്പെടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ അരി എടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മുടെ കുക്കർ ഇവിടെ റെഡിയാണ്. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. കൈ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇതെല്ലാം ഇങ്ങനെ കുഞ്ഞായി ഇതിനകത്ത് ഇട്ടെടുക്കുന്നത്. കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ പരിപ്പും അരി നിൽക്കുന്നതിൻ്റെ നേർ മേലെയായിട്ട് കുറച്ച് 1 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ആ വെള്ളം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിന് വേവായി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിന്ന് മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ഉരുക്കി അത് തണുത്തിട്ട് അരിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം. പക്ഷേ ശർക്കര ആകുമ്പോൾ ഒരു പായസം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും മതി, ഞാൻ ഇത്രയും ശർക്കര എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് വരുന്ന അളവിനൊക്കെ വ്യത്യാസം വരില്ല. അതിനനുസരിച്ച് നിങ്ങൾ മധുരത്തിൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചൊക്കെ ശർക്കരയുടെ എണ്ണത്തിനൊക്കെ വ്യത്യാസം വരുത്തുക. ഓക്കെ, ഇതിലിനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഉരുക്കാനായിട്ട് വെക്കാം കേട്ടോ. ശർക്കര ഉരുക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ഇത് ഭയങ്കര ലൂസായിട്ട് വെക്കേണ്ട ഒരു സംഭവമല്ല. ഗ്ലാസ്സിൽ ഒഴിച്ചല്ല, നമ്മൾ സ്പൂണിൽ കോരിയിട്ടാണ് ഇത് വെക്കുന്നത്. ഒരു കാര്യം പറയാൻ പറ്റും, നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ ജസ്റ്റ് 2 വിസിൽ മാത്രം മതി. അത് ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ കുക്കറിൽ ജസ്റ്റ് 2 വിസിൽ, ആ സെയിം വിസിൽ തന്നെയാണ് എനിക്ക് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു വിസിൽ ആ സെയിം കണക്കിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ നെയ്ച്ചോറിൻ്റെ അരി വേവാൻ എടുക്കുന്ന സമയം അതിനനുസരിച്ച് ഇത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വിസിൽ വരട്ടെ. ഇനി ഇവിടെ ശർക്കര റെഡിയാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വയ്ക്കണം. സാധാ പാലാണെങ്കിലും ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നത് എനിക്ക് തോന്നിയത് തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ്. സാധാ പാലും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ എളുപ്പത്തിന് ഇനി വേണമെങ്കിൽ സാധാ പാൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഫസ്റ്റിലല്ല, നല്ല തിക്ക് പാൽ തന്നെയാണ് എടുത്തത്, അത് മതി. പിന്നെ ഇതിലിപ്പോൾ 10 വിസിൽ വന്നു കഴിഞ്ഞ് ഇതിൽ ഫുള്ള് എന്താ പറയുക, ഗ്യാസും പോകുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നാലും അതിൽ വെള്ളം എല്ലാം വറ്റിയിട്ട് അതിലുള്ള റൈസും പരിപ്പും മാത്രമായിട്ട് നല്ല സെറ്റായിട്ട് വെന്ത് നിൽക്കുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കും, ഈ തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ ആ ശർക്കരയുടെ എന്താ പറയുക പാനി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ പണി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറവിട്ടെടുത്താൽ മതി. പക്ഷെ സംഭവം ചെയ്തതാണ്, കുറച്ച് മെനക്കെടും, സൂപ്പറാണ്. നമ്മുടെ ശർക്കര ഫുള്ള് അരിഞ്ഞിട്ടിടുന്നുണ്ട്. അതിനകത്ത് ഓഫ് ചെയ്തെടുക്കാം. ഇതിന് ചൂട് കുറഞ്ഞിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലൊരു വിസിൽ കൂടെ വരാണ്ട് അത് ഫുള്ള് വെക്കുക.
കേട്ടോ. ഇങ്ങനെ ഓഫ് ചെയ്തെടുക്കാം. അത്രയാണ് പരിപാടി. ഇത് രണ്ടും ഒന്ന് ചൂടാകാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് ചൂട് കുറഞ്ഞ് സെറ്റായി വരട്ടെ. അപ്പോൾ ഗൈസ് കുക്കറിന് 2 വിസിൽ വന്നു. പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കി അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ. കാണിച്ചു തരാം. ഇത് സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വറ്റി നിൽക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിപ്പ വെച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കരപ്പാനി തണുക്കാൻ വേണ്ടി സമയം കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഓഫാണല്ലോ. ഇനി അതൊന്ന് ഓണാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കട്ടിയുള്ള തേങ്ങാപ്പാല് ഫസ്റ്റ് പാലില്ലേ അതെടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഒരു പരുവത്തിലാണുള്ളത്. ഇതിന് കാര്യമാക്കണ്ട. കുറച്ച് അടി പിടിച്ചു പോയി, കുഴപ്പമില്ല, വലിയതായിട്ട് പിടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയാണുള്ളത്. അപ്പം ഇനി ഇത് ജസ്റ്റ് ഒരു കുഞ്ഞ് തട വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ എപ്പോഴും കുറച്ച് ലൂസിൽ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇപ്പം ഈ കുട്ടികൾ വരുന്ന സമയമാകുമ്പോഴേക്ക് അതായത് ഇതിനേക്കാൾ ലൂസായിട്ട് ഒരുപാട് വെള്ളം പോലെ നിൽക്കാൻ പാടില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത്ര തിക്നെസ്സിൽ ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് തിളക്കരുത്. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തിള വരുന്ന കണ്ടില്ല, ആ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലെ ഉപ്പിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പായസത്തിലൊക്കെ ഉപ്പിടൂലേ, അതായത് ഇതിലുള്ള മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ്, അങ്ങനെയാണ് കേട്ടോ ഇതിൽ ഇടേണ്ട ഉപ്പിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ കിച്ചടിയിലെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി. നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വറവിട്ടെടുക്കുക. വറവിടാനായിട്ട് ഞാൻ RPG നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗൈസ് ഇതിനകത്തേക്ക് ഇങ്ങനെ സ്പൂൺ കൊള്ളൂല, കൊണ്ടാൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൊള്ളുമ്പോൾ പക്ഷേ എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ചെറിയ ബോട്ടിൽ ഇങ്ങനെ സ്പൂൺ തലതിരിച്ച് പിടിച്ചിട്ടാണ് നെയ്യ് എടുക്കുന്നത്. നമ്മളെപ്പോഴും പായസത്തിലൊക്കെ ഈ നെയ്യ് യൂസ് ചെയ്താൽ കേട്ടോ ടേസ്റ്റ് വരാം. ഒരാളുടെ എന്ത് ടേസ്റ്റ് വരാനല്ലേ നെയ്യ് RPG നെയ്യ് പശു നെയ്യ് തന്നെ യൂസ് ചെയ്യണം. ഇവരൊരു നല്ല ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റി ആവുള്ളൂ. ഏകദേശം ഒരു സ്പൂൺ 1.5 സ്പൂണോളം ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ സ്മെല്ലാണ്. അപ്പൊ ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇത്രയുള്ള പരിപാടി കുറച്ച് മെനക്കെട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും. മെനക്കെട്ട് എന്ന് പറയുന്ന പാലെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാലെടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സാധാ പാലിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.